കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ചാലിയത്ത് കടലിൽ ബോട്ട് കുടുങ്ങി. ദിശ തെറ്റിയ ചാലിയം ഭാഗത്തേക്ക് അടുക്കുകയായിരുന്നു. ബോട്ടിൽ അകപ്പെട്ട തൊഴിലാളികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഫറോക്ക് ചന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോട്ടിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്? നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള ഈ ഒരു തൊഴിലാളികളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? ഗുരുതരമാണോ? നിലവിൽ മഴ എങ്ങനെയാണ്? അവിടുത്തെ സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? കോഴിക്കോട് ജില്ലയിലെങ്കിലും ശക്തമായ മഴ തുടരുകയാണ്. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി ബേപ്പൂർ ഹാർബറിൽ നിന്നും പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരാണ് കപ്പലങ്ങാടിക്കടുത്ത്, അതായത് കടലുണ്ടിക്കടുത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ചാലിയം, അതായത് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായിട്ടുള്ള ചാലിയം ആ കടൽ ഭാഗത്താണ് ഇത്. അതായത് കടലുണ്ടി പടിഞ്ഞാറ് ഭാഗം മാറി അവിടെയാണ് ഇവരുടെ ബോട്ട് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ബോട്ടിൽ നിന്നും വിവരം കരയിലേക്ക് അറിയിക്കുകയായിരുന്നു. അതേ തുടർന്ന് നാട്ടുകാരായിട്ടുള്ള, കാരണം ഈ ഭാഗത്തൊക്കെ നാട്ടുകാരെന്ന് പറയുന്നത് പലരും മത്സ്യബന്ധന തൊഴിലാളികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നീന്തൽ അറിയുന്നവരും ഒക്കെയാണ്, ബോട്ടിൽ തൊഴിലാളികളൊക്കെയാണ്. അവർ പിന്നീട് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കടലിലേക്ക് പോവുകയും പിന്നീട് ഈ ഭാഗത്ത് ഇതേ ബോട്ട് തന്നെ ദിശ തെറ്റി ചാലിയം ഭാഗത്തേക്ക് വരികയും ചെയ്തു. ഈ ബോട്ടിൽ 17 പേരായിരുന്നു, അതായത് കുളച്ചൽ സ്വദേശിയായ ബോട്ടിന്റെ സ്രാങ്ക് രതീഷ് ഉൾപ്പെടെ 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് 16 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് ലഭ്യമായ വിവരം. പിന്നീട് ഇവരെ രക്ഷപ്പെടുത്തി ഫറോക്ക് ചന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുമുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ ചാലിയത്ത് കടലിൽ ബോട്ട് കുടുങ്ങിയെന്ന വിവരം ലഭിക്കുന്നത്. ബോട്ടിൽ 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ദിശ തെറ്റി ചാലിയം ഭാഗത്തേക്കൊക്കെ അടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ബോട്ടിൽ അകപ്പെട്ട തൊഴിലാളികളെയൊക്കെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫറോക്ക് ചന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇവരുടെ നില ഗുരുതരമൊന്നുമല്ല. എന്തായാലും ബോട്ടിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ 17 പേരായിരുന്നു ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ട് ഈ ഒരു കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബോട്ടിലുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.